بسم الله الرحمن الرحيم. لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1698 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42 അധ്യായമായ സൂറത്ത് ശൂറയിലെ 49, 50 എന്നീ ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ 49, 50 ആയത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ആണ് പ്രപഞ്ച സാകല്യങ്ങളുടെ പരമാധികാരി. അവന്റെ നിയന്ത്രണത്തിലും അവന്റെ നിർദ്ദേശമനുസരിച്ചുമുള്ള വിധത്തിലാണ് പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും പ്രവർത്തനക്ഷമമാകുന്നതും നിലകൊള്ളുന്നതുമൊക്കെ എന്ന വസ്തുത ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങൾ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ നിലകൊള്ളുന്ന മക്കയിലെ ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില പ്രാപഞ്ചികമായ സൂചനകളെയും അതുപോലെ മനുഷ്യരുടെ തന്നെ അവസ്ഥയെയും പരാമർശിച്ചുകൊണ്ട് ഒരാൾക്കും അതിജയിക്കാൻ കഴിയാത്ത പരമമായ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന കാര്യം വ്യക്തമാക്കുകയാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഇവിടെ പാരായണം ചെയ്തു വെച്ചിട്ടുള്ള ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തുകളുടെ ഒരു പ്രത്യേകത, നടന്നു വന്ന സൂറത്തിന്റെ തുടക്കം മുതൽ മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിർവഹിക്കപ്പെട്ട ഈ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ട ഈ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ തുടർച്ചയായി ആശയപരമായ ഒരു പര്യവസാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ സൂറത്തിനെ ഈ ആയത്തുകളിലൂടെയായിട്ട്. ഈ ആയത്തുകൾക്ക് ശേഷം 3 ആയത്തുകൾ കൂടി മാത്രമാണ് ഈ സൂറത്തിൽ അവശേഷിക്കുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തെയും പരമാധികാരത്തെയും ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്ന, സന്നദ്ധത ഇല്ലായ്മ പ്രകടിപ്പിക്കുന്ന ആളുകളോടായിട്ടാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എടുത്തു പറയുന്നത്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. ഈ കേൾക്കുന്ന ആളുകള് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാചകര് ഒക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അവർ ഉൾക്കൊള്ളാൻ കൂട്ടാക്കിയാലും ഇല്ലെങ്കിലും, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത, അവയുടെ മേലുള്ള ആധിപത്യം, അവയുടെ മേലുള്ള സമ്പൂർണമായ കൈകാര്യകർത്തൃത്വം
അത് അള്ളാഹുവിനാണ് എന്നാണ് അള്ളാഹുവിടെ പ്രഖ്യാപിക്കുന്നത്. ലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള്. മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം, നിയന്ത്രണം, ഉടമസ്ഥത, അങ്ങനെയുള്ള അർത്ഥങ്ങളാണുള്ളത്. അപ്പൊ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവയുടെ മേലുള്ള സമ്പൂർണമായ ആധിപത്യവും അധികാരവും അവന്റെ കൈകളിലാണ്. ഈ കാര്യം നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു തെളിവ് അത് ബോധ്യപ്പെടുത്താനായിട്ട് അള്ളാഹു ഇവിടെ അവരെ കേൾപ്പിക്കുകയാണ് തുടർന്ന്. ലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള്. അള്ളാഹുവാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥതയുള്ളവൻ. അവന്റെ അധികാരത്തിലും ആധിപത്യത്തിലുമാണ് ഈ പ്രപഞ്ച സംവിധാനം മുഴുവനായിട്ടും ഉള്ളത്. യഖ്ലുഖു മാ യശാഉ. അവന്റെ സൃഷ്ടിപ്പിനെ അവൻ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളും അവന്റെ താല്പര്യങ്ങളും അവന്റെ ഇച്ഛയും ഒക്കെ, ഇതൊന്നും മറ്റുള്ളവർക്ക് ഒരു നിലക്കും ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ളതല്ല. മറിച്ച് യഖ്ലുഖു മാ യശാ, അവൻ ഇച്ഛിക്കുന്നതാണ് അവൻ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ സൃഷ്ടികർമ്മം നടത്തുക എന്ന കാര്യത്തിൽ സമ്പൂർണമായ ആധിപത്യം അവൻ്റെതാണ്. അതിലാർക്കും അവരുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ പ്രകടിപ്പിക്കുന്നതിന് അർത്ഥമില്ല. ആരെങ്കിലും തങ്ങളുടെ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ അവിടെ കൊണ്ടുവരുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. പൂർണ്ണമായിട്ടും ആകാശഭൂമികളുടെ സകല കാര്യങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ ഒരു നിദർശനമാണ് സൃഷ്ടിപ്പിൽ മറ്റൊരാൾക്കും ഇടപെടാൻ കഴിയുന്നില്ല. യഖ്ലുഖു മാ യശാ എന്നത്, അവൻ ഇച്ഛിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അതില് ഒരാൾക്കും അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ ഒരു സ്പേസ് പോലും അള്ളാഹു നൽകിയിട്ടില്ല. യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ. ഇനി ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ചു നോക്കൂ. ഇതാണ് ഈ തുടക്കത്തിലെ പ്രസ്താവനയുടെ ഒരു സ്വരം. നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നോളും എന്ന നിലക്കാണ് പറയുന്നത് എന്ന് ആ ശൈലിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. യഹബു ലിമൻ യശാഉ ഇനാസ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ സമ്മാനിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസ. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു, പെൺമക്കളെ സമ്മാനിക്കുന്നു. അപ്പോ തനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് പെണ്ണാണ് അല്ലെങ്കിൽ ആണാണ് എന്നത് തീരുമാനിക്കാൻ കഴിയുന്നവരായിട്ട് ആരുമില്ല. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്. എത്ര ഉന്നതനായാലും എത്ര അധമനായാലും എത്ര ഉയർന്നവനായാലും എത്ര താഴ്ന്നവനായാലും ആണായാലും പെണ്ണായാലും ഇക്കാര്യത്തില് സ്വന്തം ഇച്ഛ നടപ്പിലാക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ ഇച്ഛയിൽ പെട്ടതാണ്. ആരാണ് ഗർഭത്തിൽ രൂപപ്പെടേണ്ടത്, ആണാണോ പെണ്ണാണോ എന്ന കാര്യം. അപ്പൊ അവൻ ഇച്ഛിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നത്. യഹബു ലിമൻ യശാഉ ഇനാസ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂറ. അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും നൽകുന്നു. അള്ളാഹുവിൻ്റെതാണ് തീരുമാനം. ആർക്ക് പെൺമക്കളെ നൽകണം, ആർക്ക് ആൺമക്കളെ നൽകണം, ഏതൊക്കെ ഗർഭധാരണമാണ് ആൺകുഞ്ഞായി രൂപപ്പെടേണ്ടത്, ഏതൊക്കെയാണ് പെൺകുഞ്ഞായി രൂപപ്പെടേണ്ടത്, ഈ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരാൾക്കും ഒരു നിയന്ത്രണവും അധികാരവും ഇല്ല ഇക്കാര്യത്തിൽ. അതൊക്കെ പൂർണ്ണമായിട്ടും അള്ളാഹു നിയന്ത്രിക്കുന്ന വിഷയങ്ങളാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും നൽകുന്നു. ഇനാസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് എന്നാണ് സൂചന.
ദുക്കൂർ എന്ന് പറഞ്ഞാൽ ആണ് എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പോ മുഅന്നസും മുദക്കറും പോലെയുള്ള വാക്കുകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഈ അറബി പദങ്ങളിൽ നിന്നാണ്. ഇനാസ് എന്നതിൽ നിന്നാണ് മുഅന്നസ് സ്ത്രീലിംഗം, അതുപോലെ മുദക്കർ പുല്ലിംഗം, ഈ പദങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഔ യുസവ്വിജുഹും ദുക്റാനം വൈനാസ. ഇനി അതല്ലെങ്കിൽ അവൻ ചിലർക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സന്താനങ്ങളായിട്ട് നൽകുന്നു. ഔ യുസവ്വിജുഹും, യുസവ്വിജു എന്ന് പറഞ്ഞാൽ ഇണകളാക്കുന്നു എന്ന ഒരു ബേസിക് മീനിങ് അതിലുണ്ട്. സൗജ് എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇടകലർന്ന ചേർന്ന എന്ന വിധത്തിലാണ് അതിന്റെ സൂചന. എന്ന് പറഞ്ഞാൽ മക്കളുടെ കൂട്ടത്തിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വൈനാസ. അല്ലെങ്കിൽ അവർക്ക് അവൻ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇടകലർത്തി കൊടുക്കുന്നു, ദാനമായിട്ട് അല്ലെങ്കിൽ സമ്മാനമായിട്ട് നൽകുന്നു. ഇനി വേറെ വിഭാഗത്തിന്റെ കാര്യവും അതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അഖീമായിട്ട്, വന്ധ്യരായിട്ട് നിശ്ചയിക്കുന്നു. ആർക്കൊക്കെ സന്താന ലബ്ധി ഉണ്ടാവരുത് എന്നതും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അത് അവന്റെ ഇച്ഛയാണ്. അപ്പൊ അതില് ഒരു പരിധിയിലേറെ മനുഷ്യൻ വൈകാരികമായി ഇൻവോൾവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കഴമ്പോ അർത്ഥമോ ഒന്നുമില്ല. കാരണം അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്, നമ്മുടെ മേൽ നടപ്പാക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പോ അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു, അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകുന്നു. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ രണ്ടു കൂട്ടരെയും, ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി നൽകുന്നു. ഇനി വേറെ ചിലർക്ക് അവൻ വന്ധ്യത ഉണ്ടാക്കുന്നു. അവര് അച്ഛനോ അമ്മയോ ആവാതെ പോകുന്നു. ആ വിധത്തിലാണ് അള്ളാഹുവിന്റെ സംവിധാനം. അഖീം എന്ന് പറഞ്ഞാൽ വന്ധ്യരാണ് ഉദ്ദേശം. അതാണായാലും പെണ്ണായാലും ഈ പദം അതാണ് സൂചിപ്പിക്കുന്നത്. മല്ലാ യുൻജിബു ഔലാ യലിദു എന്നൊക്കെയാണ് ഇതിനർത്ഥം കാണാൻ പറ്റുക. റജുലുൻ ഔ ഇംറഅതു, ആണായാലും പെണ്ണായാലും അഖീമാവാം എന്ന് പറഞ്ഞാൽ മാതാവോ പിതാവോ ആകാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ഒരാളെയാണ് അഖീം എന്ന പദം സൂചിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ, അത് ഇപ്പോ വന്ധ്യത എന്നത് ഒരു പെണ്ണിന്റെ കുറ്റമോ അല്ലെങ്കിൽ ആണിന്റെ മാത്രം കുറ്റമോ ഒന്നുമല്ല. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു തീരുമാനിച്ച ആളുകൾക്ക് അവൻ വന്ധ്യതയാണ് നൽകുന്നത്, സന്താന ഭാഗ്യം നൽകുന്നില്ല. അതൊക്കെ അവന്റെ തീരുമാനങ്ങളിൽ പെട്ടത് മാത്രമാണ്. ഇതാണ്, അവൻ ആണ് പെൺമക്കളെ നൽകുന്നത്, ആൺമക്കളെ നൽകുന്നത്, അല്ലെങ്കിൽ പെൺമക്കളെയും ആൺമക്കളെയും നൽകുന്നത്, അതല്ലെങ്കിൽ മക്കളെ നൽകാതെയും ഇരിക്കുന്നത്. ഇതൊക്കെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ നടപടിയിൽ പെട്ടതാണ്. ഇതിവിടെ സൂചിപ്പിക്കുന്നത്, നേരത്തെ ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർള് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഒരു തെളിവായിട്ട് കൂടിയാണെന്ന് മനസ്സിലാക്കാം. ഈ പ്രപഞ്ച സാകല്യത്തിന്മേലുള്ള അള്ളാഹുവിന്റെ ഉടമസ്ഥതയും അധികാരവും ആധിപത്യവും അത് പരിപൂർണമായിട്ടും അവൻ്റെതാണ് എന്ന ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരിക്കുന്ന ആളുകളുടെ മുന്നിലാണ് അവർക്കത് ബോധ്യമായിട്ടില്ലെങ്കിൽ ഈ തെളിവ് കൂടി പിടിച്ചോളൂ എന്ന നിലക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഒരാള് എത്ര കുലീന കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും സമ്പന്നനാണെങ്കിലും അധികാരമുള്ളവനാണെങ്കിലും ഒന്നും തന്നെ ആ ഗുണങ്ങളൊന്നും അല്ലെങ്കിൽ അയാളുടെ അത്തരം പ്രത്യേകതകളൊന്നും തന്നെ കാരണമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അയാൾക്ക് ആൺമക്കളെ വേണം, അല്ലെങ്കിൽ പെൺമക്കളെയാണ് വേണ്ടത്, അതല്ലെങ്കിൽ രണ്ടും വേണം, അതല്ലെങ്കിൽ മക്കളെ തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് തുടങ്ങിയിട്ടുള്ള ഇതിലൊന്നും ഈ ബന്ധപ്പെട്ട ആളുകൾക്കോ അവരുടെ സോഷ്യൽ സ്റ്റേറ്റസിനോ അവരുടെ അധികാരം, ശക്തി, സ്വാധീനം, ഈ വക സംഗതികൾക്കൊന്നും ഒരു സ്വാധീനവുമില്ല. പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹു ഇച്ഛിക്കാത്ത അവസ്ഥയിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തുക എന്നത് ഒരാൾക്കും സാധ്യമല്ല.
അള്ളാഹുവിന്റെ മശീഅത്തിന്റെ ഭാഗമാണ്. ആർക്ക് പെൺമക്കൾ ഉണ്ടാവണം, ആർക്ക് ആൺമക്കൾ ഉണ്ടാവണം, ആർക്ക് രണ്ട് വിധം മക്കളും ഉണ്ടാവണം, അല്ലെങ്കിൽ ആർക്കാണ് മക്കളെ തന്നെ ഉണ്ടായിക്കൂടാത്തത്, ഇതൊക്കെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ പെട്ടതാണ്. അപ്പൊ ആര് തന്നെ തലകുത്തി മറിഞ്ഞത് കൊണ്ടോ ഇടപെടാൻ ശ്രമിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത് സമ്പൂർണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണ് എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ആ യുസവ്വിജുഹും ദുക്റാനം വൈനാസ, ഇനി അതല്ലെങ്കിൽ അള്ളാഹു അവരെ, മനുഷ്യരെ, ആണും പെണ്ണും ഇടകലർന്ന വിധത്തില് സന്താന ഭാഗ്യമുള്ളവരാക്കി നിശ്ചയിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ വന്ധ്യരുമാക്കുന്നു, അഖീമാക്കുന്നു, സന്താന സാധ്യതയില്ലാത്ത ഒരാളാക്കി മാറ്റുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്നഹു അലീമുൻ ഖബീർ, അവൻ ജ്ഞാനിയാണ്, സകലതിനെ കുറിച്ചും ജ്ഞാനമുള്ളവനാണ്, അതുപോലെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഖബീറുമാണ്, എല്ലാം നിശ്ചയിക്കുന്നത് അവനാണ്. അപ്പൊ ഓരോ ജനനവും, അതാണായാലും പെണ്ണായാലും, അത് ആ വിഷയത്തിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ അനാവരണം ചെയ്തു വരുന്നതിന് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. അതൊക്കെ സംഭവിക്കുന്നതിന്റെ ഒരു തുടക്കമായിട്ട് നമുക്കൊരു കുഞ്ഞിന്റെ ജനനം കാണാൻ കഴിയും. ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അരങ്ങേറുവാനിരിക്കുകയാണ്. അവന്റെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങള്, അവന് ജനിക്കുന്ന പിൽക്കാലത്തുണ്ടാവുന്ന മക്കള്, അവരിലൂടെ ലോകത്തെത്തുന്ന മനുഷ്യവംശം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങള് ഈ ഒരു നിർണയത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും ഈ ആളുകളുടെ നിയന്ത്രണത്തിലല്ല. അവരാരാധിക്കുന്ന വിഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ മൂർത്തികളുടെയോ ഒന്നും നിയന്ത്രണത്തിലല്ല. ഇവയൊക്കെയും തന്നെ സമ്പൂർണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയെ അല്ല. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ അനുഭവത്തിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതുപോലെയൊക്കെ തന്നെയാണ് ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേൽ അള്ളാഹുവിന്റെ ആധിപത്യം സമ്പൂർണമാണ് എന്ന് പറയുന്നതിന്റെ സൂചന. അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ബോധ്യപ്പെടാൻ ഏറ്റവും ഉചിതമായ ഒരു തെളിവാണ് ഇവിടെ അള്ളാഹു വിവരിച്ചിരിക്കുന്നത്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് ആണിനെയും പെണ്ണിനെയും നൽകുന്നു, ഇനി അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ മക്കളെ തന്നെ നൽകാതിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ ഭാഗമാണ്. വേറൊരാൾക്കും അതില് ഒരു ഇടപെടലിനും സാഹചര്യമില്ല. അവൻ ഇതൊക്കെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത് അല്ലെങ്കിൽ പെൺകുഞ്ഞ് ജനിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വ്യാപ്തിയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹുവിന്റെ ഇൽമ് എന്നത് അത് ആ ആളിൽ പരിമിതമാവുകയില്ല. അള്ളാഹുവിന്റെ നിശ്ചയങ്ങളും ആ ആളിൽ പരിമിതമാവുകയില്ല. അന്ന് ഒരാൾക്ക് ജനിച്ച കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്നത് ചരിത്രത്തിൽ അള്ളാഹുവിന്റെ നിശ്ചയം അങ്ങനെ തന്നെ ആയിട്ടേ പുലരാൻ പാടുള്ളൂ. കാരണം അതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങള് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അനാവരണം ചെയ്യാനുണ്ട്. ഒരുപാട് തലമുറകളുടെ വിഷയങ്ങള് ഇവിടെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയും അള്ളാഹുവിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് നിർണയിക്കപ്പെടുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് ഒരു യാദൃച്ഛികതയല്ല. ഒരാൾക്ക് പെൺകുഞ്ഞുണ്ടായി അല്ലെങ്കിൽ ആൺകുഞ്ഞുണ്ടായി എന്നത് ഒരു കേവല യാദൃച്ഛികതയല്ല. അതല്ലെങ്കിൽ ഒരാള് സന്താന ഭാഗ്യമില്ലാത്ത ആളായി പോയി എന്നതും ഒരു യാദൃച്ഛികതയല്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തില് നൂറുകണക്കിന് കാര്യങ്ങള് ഇവിടെ അരങ്ങേറാനുണ്ട്. പിന്നീട് പല വിവാഹ ബന്ധങ്ങളും പല അനന്തരവന്മാര് വരുന്നതും
പല നാടുകളുടെ അധിപന്മാരായി വരേണ്ട ആളുകൾ പിറവിയെടുക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇൽമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതങ്ങനെ വരാൻ പാടുള്ളൂ. കാരണം അങ്ങനെയാണ് അള്ളാഹു ഈ ഭൂമുഖത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന് ചിലരൊക്കെ ജനിക്കേണ്ടതുണ്ട്, ചിലരൊക്കെ കുടുംബത്തിന് അനന്തരാവകാശി ഇല്ലാതെ മരിച്ചു പോവേണ്ടതുണ്ട്. അപ്പോഴേ അള്ളാഹു നിശ്ചയിച്ച സംഗതികൾ ആ വിധത്തിൽ അരങ്ങേറുകയുള്ളൂ. അപ്പൊ ഇതൊക്കെയും അള്ളാഹുവിന്റെ ഇൽമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുപോലെ അവന് ഖദീറുമാണ് എന്ന് പറഞ്ഞാൽ പെൺമക്കൾ നൽകാൻ അവന് കഴിയും, ആൺമക്കൾ നൽകാൻ കഴിയും, രണ്ടു കൂട്ടരെയും നൽകാൻ കഴിയും, ആരെയും നൽകാതിരിക്കാനും അവന് കഴിയും. അപ്പൊ ഈ വിധത്തില് ആസൂത്രണം സാധിക്കുന്ന കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഖദീർ എന്ന് ഇവിടെ പറയുന്നത്. അവന് അലീമ് മാത്രമല്ല ഖദീർ കൂടിയാണ്. അപ്പോ വരാനിരിക്കുന്ന നാളുകളിൽ ഭൂമുഖത്ത് അരങ്ങേറേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ട് എന്നതാണ് ഈ ഘട്ടത്തില് ഒരാൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നത് നൽകുന്ന സൂചന. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വരും നാളുകളെ കുറിച്ചുള്ള അറിവിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ തീരുമാനം എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. അതിന് അള്ളാഹു തീർച്ചയായിട്ടും കഴിവുള്ളവനാണ്. ഒരു 50-100 വർഷത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യവുമായിട്ട് ഈ തീരുമാനത്തിന് ബന്ധമുണ്ട് എങ്കിൽ അത് അതേ വിധത്തിൽ നടപ്പിലാക്കാൻ അള്ളാഹുവിന് കഴിവുമുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ ഈ സൂറത്തിന്റെ തുടക്കം മുതൽ നിർവഹിക്കപ്പെട്ടു വരുന്ന ചർച്ചയുടെ അല്ലെങ്കിൽ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയത്തിന്റെ ഒരു മർമ്മത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നത് കാണാൻ കഴിയും. അത് പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മേലുള്ള നിയന്ത്രണം, അതിന്റെ മേലുള്ള അധികാരം പൂർണ്ണമായിട്ടും അള്ളാഹുവിനാണ് എന്നാണല്ലോ സൂചിപ്പിച്ചത്. അതാണ് ആളുകൾ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നത്, സ്വീകരിക്കാൻ സന്നദ്ധരാവാതിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഈ ഒരു കാര്യം ഒന്ന് കേൾപ്പിച്ചു നോക്കൂ. അവര് നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ചിലർക്ക് പെൺമക്കൾ നൽകപ്പെടുന്നു, ചിലർക്ക് ആൺമക്കൾ നൽകപ്പെടുന്നു, ചിലർക്ക് രണ്ടു കൂട്ടരും ആണും പെണ്ണുമായിട്ട് മക്കൾ ഉണ്ടാകുന്നു, വേറെ ചിലർക്ക് മക്കൾ തന്നെ ഉണ്ടാകുന്നില്ല. ഇതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഇൽമിന്റെയും ഖുദ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ് എന്നതാണ് ഇവിടെ ആകാശഭൂമികളുടെ മേലുള്ള ആധിപത്യം പൂർണ്ണമായി അള്ളാഹുവിനാണ് എന്നതിനുള്ള തെളിവായിട്ട് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർക്കൊക്കെ സാധിച്ചിരുന്നെങ്കിൽ ഇവരുടെ ദിവ്യശക്തി ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവര് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് വല്ല കഴിവും ഉണ്ടായിരുന്നെങ്കിൽ അവയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഒരാൾക്കും അങ്ങനെ പ്രയോജനപ്പെടുത്താനോ ഇടപെടാനോ സാധിക്കുന്നില്ല എന്നതാണ് അവരുടെ കൺമുന്നിൽ വെളിപ്പെടുന്ന യാഥാർത്ഥ്യം. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് വേണമെങ്കിൽ ആലോചിച്ചു കൊള്ളട്ടെ. അള്ളാഹുവാണ് ഈ ആകാശഭൂമികളുടെ സമ്പൂർണമായ അധികാരവും നിയന്ത്രണവുമുള്ള അവയുടെ ഉടമസ്ഥൻ എന്ന കാര്യം അവർക്ക് ഒരുപക്ഷെ ബോധ്യപ്പെട്ടു എന്ന് വരാം എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെടുന്ന ആശയം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തിൽ ഇനി 3 ആയത്തുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 53 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ പഠനം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പൂർത്തിയാക്കാം എന്നാണ് കരുതുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.